നിങ്ങളൊന്നിക്കും, പുറത്താവുന്നത് ഞാനായിരിക്കും. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. നീ എന്തായാലും ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇവിടെ താമസിക്കുന്നല്ലേ. ഇന്നുണ്ടായ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവാതെ ഞാൻ നോക്കിയാ പോരെ. അല്ല ചേച്ചി, ഞാൻ കാരണം ഇനിയും വഴക്കുണ്ടാവും. ശരത്തുണ്ടാക്കും. അതിനു മുമ്പ് ഇവിടുന്ന് പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. പോവാൻ ചേച്ചി എനിക്ക് സമ്മതം തരണം. പോകരുതെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. അത് ശരിയല്ലല്ലോ. അത് നിന്റെ മാത്രം ഇഷ്ടമല്ലേ. പക്ഷേ നീ പോയ തനിച്ചായി പോകുന്നത് ഞാനായിരിക്കും. ഈ വീട്ടില് ഞാൻ ഒറ്റയ്ക്കായി പോവും. എനിക്കാരും ഇല്ലാതായി പോവും. ചേച്ചി, വിരോധമല്ലെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ നിന്നൂടെ? അപേക്ഷ. എന്നെ തനിച്ചാക്കിയിട്ട് ഇപ്പൊ പോയി കളയരുത്. നീ ഇപ്പൊ തൊട്ടപ്പോ നിത്യ തൊട്ടതുപോലെ എനിക്ക് തോന്നി. ഇവിടെ നീ ഇപ്പോ എനിക്ക് പ്രിയല്ല, നിത്യ. ആ ഒരു സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് പറയാൻ. എന്റെ കൂടെ നിന്നൂടെ കുറച്ചു നാളത്തേക്കെങ്കിലും? ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചേച്ചി വിഷമിക്കണ്ട. ഇനി നീ പേടിക്കണം ശരത്തെ. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അധികം വൈകാതെ നീ ഈ വീട്ടിൽ നിന്ന് തെറിക്കും. ഞാനോ? ഈ വീട്ടിൽ? എന്താ സംശയം? അമ്മ പോലും ഇപ്പൊ ദേവികയുടെ കൂടെയാ. ഡ്രസ്സിന്റെ പ്രശ്നത്തിൽ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എല്ലാ കാര്യത്തിലും അങ്ങനെ അത് തെറ്റിദ്ധരിക്കണ്ട. അമ്മയുടെ മനസ്സേ എന്റെ ഒപ്പം തന്നെ. അതൊക്കെ മാറാൻ എത്ര സമയം വേണം? പണ്ടായിരുന്നെങ്കിൽ നിത്യ കെട്ടാൻ പോണ ആളെന്നൊരു പരിഗണനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. വക്കീല് കണ്ടോ? തെറിക്കാൻ പോകുന്നത് ഞാനായിരിക്കത്തില്ലേ, ദേവികയായിരിക്കും. നിത്യ മരിച്ചത് എങ്ങനെയാണെന്നാ എല്ലാവരുടെയും വിചാരം. അതിന് കാരണക്കാരി ദേവികയാണെന്ന് ഞാൻ അങ്ങ് സ്ഥാപിക്കും. എങ്ങനെയെന്നാ സ്വത്ത് മുഴുവനും ദേവിക്ക് കൊടുത്തതിന്റെ നിരാശയിലാ നിത്യ ഇത് ചെയ്തതെന്ന് ഞാൻ അങ്ങ് സ്ഥാപിക്കും. അത് ഞാൻ പരമാവധി പ്രചരിപ്പിക്കും. അത് സത്യമാണെന്ന് അമ്മയ്ക്കും മുത്തശ്ശിക്കും തോന്നും. പിന്നെ അവര് ദേവിയുടെ കൂടെ നിൽക്കുവോ? നിക്കില്ലെന്ന് മാത്രമല്ല, അവളെ എവിടുന്ന് അടിച്ചേർക്കുകയും ചെയ്യും. അതോടെ എല്ലാം ഇട്ടെറിഞ്ഞ് ദേവിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അല്ല, വീട് അവളുടെ പേരിലല്ലേ? അത് തിരിച്ചെടുക്കാൻ അച്ഛൻ വിചാരിച്ചാൽ സാധിക്കില്ലേ? 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ദേവിക്ക് ഈ വീട് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൈവരൂ. എന്തിനാ അങ്ങനെ ഒരു ക്ലോസ് വെച്ചത്? ആ ക്ലോസ് പിടിച്ച് നമ്മൾ ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി നോക്കും. പിന്നുള്ളത് ജോലിയാ. അതിനെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്യും. ദേവിയെക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ എല്ലാം പൂർത്തിയായി. പ്രൊബേഷൻ പീരീഡിൽ ഒരു ക്രിമിനൽ കുറ്റം വന്നാൽ
അതോടെ ആ ജോലിയും പോവും. അവള് പേരുവഴിയിലും ആവും. വീടും പോയി, ജോലിയും പോയി. അങ്ങനെ വന്ന എന്ത് സംഭവിക്കും? ദേവിക ഒരു ബിഗ് സീറോ ആവും. ആ സാഹചര്യം ഞാൻ മുതലെടുക്കും.